ഈ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ച രാജ്യസഭാ സീറ്റിനെ കുറിച്ചാണ്. ലീഗിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ അധികാര പദവിയും രാജ്യസഭാ സീറ്റുമാണ്. അതിലേക്ക് താങ്കളുടെ പേര് പരിഗണിക്കപ്പെടുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേരുകളൊക്കെ ഉണ്ടോ ശരിക്കും? എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നൊന്നുമില്ല. പിന്നെ ഈ എല്ലാ സ്ഥാനമാനങ്ങൾ വരുമ്പോഴും എൻ്റെ പേര് പരിഗണിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. വെറുതെ ചുമ്മാ പരിഗണിക്കപ്പെടുക. നിങ്ങൾ മീഡിയകളൊക്കെ ഇങ്ങനെ എഴുതുക, മീഡിയയിൽ നിങ്ങൾ എൻ്റെ പേര് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് കറക്കടില്ല എന്ന് വിചാരിച്ചു തീർക്കുക. അങ്ങനെയൊന്നും ഒരു വികാരമുള്ള ആളൊന്നുമില്ല ഞാൻ. അല്ല, ഇപ്പോൾ ഇന്നലെ താങ്കൾ തന്നെ പറഞ്ഞു യുവാക്കൾക്ക് കൊടുക്കുന്നതിൽ ആണ് സന്തോഷം. യുവാക്കൾക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. താങ്കളും പാർട്ടിയിലെ കണക്കിൽ യുവാവാണല്ലോ. ആ പാർട്ടിൻ്റെ മാത്രം കണക്കിൽ യുവാവാണ്, അല്ലാതെ ഞാൻ യുവാവല്ല. അതിന് വിട്ട് ഇതിപ്പോൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മത്തെ എത്തിയതിനുള്ള കോലത്തിലാണ്. യുവാവായിട്ട് ഞാൻ കഴിയും ചെയ്തു, എന്നാൽ പാർട്ടിയിൽ സീനിയറായിട്ട് കിട്ടണില്ല. ഞാൻ സീനിയറാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ യുവാവിൻ്റെ പരിഗണന ഒന്നും പിന്നെ അർഹനായ ആളുമല്ല ഞാൻ. അല്ല, ഈ യുവാക്കൾക്ക് കൊടുക്കുമ്പോൾ വിഷയം ഇപ്പോൾ താങ്കളാണെങ്കിൽ MSFൻ്റെ കാലത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അധികാരത്തിൻ്റെ പല തലത്തിൽ മത്സരിച്ച് വന്നോളാണ്. നേരിട്ടൊരു യുവാവ് രാജ്യസഭയിലേക്കാണോ പോകേണ്ടതെന്നൊരു ചോദ്യമില്ലേ? അല്ല, അങ്ങനെ അതൊക്കെ ഓരോ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ച കീഴ്വഴങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പരിമിതിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ സമൂഹത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിൻ്റെ ബേസ് എന്താണ്, ഞാൻ നന്നായിട്ട് പിന്നെ കുഴപ്പമില്ലാത്ത വിധം കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ്. അത് മലയാള ഭാഷയിലാണ് നന്നായിട്ട് പറയുന്നത്. അത് വേറൊരു ഭാഷ അറിയുമെന്നുള്ളതല്ല, അതിൽ എത്രത്തോളം എനിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. മനസ്സിലായില്ല നിങ്ങൾ? എൻ്റെ പരിമിതി അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അത് നിർവഹിക്കാന്നല്ല, കിട്ടുന്നതിൻ്റെ ഒക്കെ പുറകിൽ അതും വേണം ഇതും വേണം എന്ന് പറയേണ്ട പറഞ്ഞു പോകാനുള്ള താല്പര്യമില്ല. അതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ പത്രത്തിൽ പേര് വാർത്ത വരാനൊന്നും നിൽക്കുന്ന ആളുമല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് സത്യസന്ധമായും നേരായും നിർവഹിക്കാനുള്ള അവസരം ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പിന്നെ 4 തവണ കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 തവണ ജയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പാർട്ടി ഭയങ്കരമായ പരിഗണനകൾ തരികയും അത് എൻ്റെ പരിമിതിയുടെ അപ്പുറത്ത് നിന്ന് ആസ്വദിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ പുതിയ പാർലമെൻറ്റ് സീറ്റുകളെ കുറിച്ചൊന്നും അല്ല വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും കേൾക്കുന്ന ചർച്ചകളല്ലാതെ എൻ്റെ പേര് അതിലേക്ക് വരാനും സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വരാനില്ല. കാരണം വരാത്തൊരു സാധനത്തിനെ കുറിച്ച് ഞാൻ സന്തോഷിച്ചിരുന്ന കാര്യം അല്ല. പൊതുവെ യുവാക്കൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു ചോദ്യമല്ലേ. നമ്മുടെ ഈ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു പരിണിതപ്രജ്ഞരായ ആൾക്കാർ പോയിരുന്ന് അവിടെയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ വേദിയാണ്. ഉപരിസഭ എന്നാണ് പറയുന്നത് രാജ്യസഭ. അപ്പോൾ അവിടെ പരിണിതപ്രജ്ഞരായ കുറച്ച് ആൾക്കാരല്ലേ പോകേണ്ടത്. ഈ ചെറുപ്പക്കാർ നേരെ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു തട്ടിലും കയറാതെ നേരെ രാജ്യസഭയിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നതിലൊരു വിരോധാഭാസമില്ലേ? അല്ല, ഈ ചെറുപ്പക്കാർ വരുന്നതിൽ പിന്നെ ശരികേടുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതൊക്കെ ഡിപ്പെൻസാണ്. ഒരു പാർട്ടികൾ ആര് ആണ് പറഞ്ഞേക്കേണ്ടതെന്ന് പാർട്ടി ആലോചിക്കുന്ന പ്രയോറിറ്റിയിൽ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ രാജ്യസഭയുടെ എയിം അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും പരിണിതപ്രജ്ഞരായ ആളുകൾ ഒരു പക്ഷേ ഒരു കണ്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്കിടയിൽ ജയിച്ചു വരാനൊന്നും വലിയ സാധ്യതകളില്ലാത്ത ആളുകൾ, എന്നാൽ അവരെ രാജ്യത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യം, ശബ്ദം അവരുടെ ശബ്ദം നമ്മളെ നാട് കേൾക്കണം, അവർക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഉപരിസഭ യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ സീതാറാം യെച്ചൂരി, മൻമോഹൻ സിംഗ് അങ്ങനെയുള്ള പേരുകൾ കേട്ടിരുന്നിടത്തേക്കാണ് PK ഫിറോസ്, PM സാദിഖ് അലി എന്നൊക്കെ പേരുകൾ കേൾക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒരു വിരോധാഭാസം ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഞാൻ ഒരു 1-2 പേര് വെച്ചിട്ട് പേരുകൾ ഞാൻ എനിക്ക് അറിയുന്ന പേരുകൾ പറഞ്ഞുള്ളൂ. അല്ല, അതില്ല. അതിലേക്കാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതില്ല. ഞാൻ എൻ്റെ ഒരു പൊതു ആംഗിളിൽ പറഞ്ഞു.